എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 49 ശ്ലോകം 27, 28, 29, 30, 31 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ധൃതരാഷ്ട്ര മഹാരാജാവ് അക്രൂരന്റെ ഉപദേശങ്ങളൊക്കെ കേട്ടപ്പോ എനിക്ക് കേട്ടിട്ട് മതിയായില്ല, തൃപ്തി വന്നില്ല. അത്ര നല്ല ഉപദേശങ്ങളാണ് എന്നൊക്കെ പറയണു. ശ്ലോകം 27. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തഥാപി സൂനൃതാ സൗമ്യ ഹൃദി ന സ്ഥീയതേ ചലേ പുത്രാനുരാഗവിഷമേ വിദ്യുൽ സൗദാമിനി യഥാ. ഹേ സൗമ്യ, അങ്ങയുടെ വാക്ക് കേൾക്കുന്നവർക്ക് പരമസുഖം ജനിപ്പിക്കാൻ തക്ക വിധം മാധുര്യാദി ഗുണപരിപൂർണമായിരിക്കണം. അങ്ങയുടെ വാക്കുകൾ എന്ത് ശരിക്കും നല്ല നല്ല ഉപദേശങ്ങളാണ്. അങ്ങയുടെ എല്ലാ ഗുണങ്ങളും തികഞ്ഞതാണ്. എങ്കിലും എന്റെ ഹൃദയത്തില് ഇത് സ്ഥിരമായിട്ട് ഇരിക്കില്ല. എന്റെ മക്കളിൽ എനിക്കുള്ള അത്യന്ത സ്നേഹം നിമിത്തം മനസ്സിനെ സമസ്വഭാവം സിദ്ധിക്കണേയില്ല. എപ്പോഴും ഇങ്ങനെ ചഞ്ചലമായിട്ടിരിക്കണം. ഇങ്ങനെയുള്ള മനസ്സില് മിന്നൽ പിണർ പർവ്വതത്തിൽ പ്രവേശിച്ചാൽ എങ്ങനെ ക്ഷണത്തിൽ കാണാതെയാകുന്നുവോ, അതുപോലെ അങ്ങയുടെ ഈ സതുപദേശം നിലനിൽക്കണമെന്നില്ല. പെട്ടെന്ന് എനിക്ക് എന്റെ മനസ്സങ്ങോട്ട് മാറും. ഇത് കേൾക്കുമ്പോ ഒക്കെ നല്ലതാണെന്നൊക്കെ തോന്നും. പക്ഷെ എന്റെ മക്കളോടുള്ള സ്നേഹം, അതിനാൽ ഞാൻ ഒരിക്കലും സമസ്വഭാവനും ശാന്തനുമായി ഭവിക്കും എന്നുള്ള വിചാരം എനിക്കില്ല. സമ്മതിച്ചു, എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ അപ്പോഴും വക്രബുദ്ധി എന്തൊക്കെയാണ് അവരെ നശിപ്പിക്കാനുള്ളത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണത് അച്ഛനും മക്കളും. പിന്നെ സമാധാനിക്കട്ടോ, അവനവനെ തന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഈശ്വരസ്യ വിധിം കോനു വിധുനോത്യന്യഥാ പുമാൻ ഭൂമേർഭാരാവതാരായ യോപതീർണോ യതോ കുലേ. ഇത്രയൊക്കെ അറിവുണ്ടെങ്കിൽ മനസ്സിനെ സമാക്കാൻ ശ്രമിക്കരുത്, അവനവനെ ശ്രമിക്കരുത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ സമാധാനം പറയാം. ഭൂമിഭാരം തീർക്കാനായി യദുകുലത്തിൽ അവതരിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇച്ഛയെ മറ്റൊരു വിധത്തിലാക്കി തീർക്കാൻ ആർക്കാ ശക്തി? ആർക്കുമില്ല. എന്റെ മനസ്സില് പ്രബലപ്പെട്ടു വരുന്ന ഈ പക്ഷഭേദവും ചാഞ്ചല്യവും ഈശ്വരേച്ഛ നിമിത്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതിനെ മറിച്ചാക്കി തീർക്കാൻ ഞാൻ ശക്തനല്ല. ഇതൊക്കെ ഭഗവാന്റെ ഇച്ഛ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പറയുക, യോ ദുർവിവർഷവധയാ നിജമായേദം സൃഷ്ട്വാ ഗുണാൻ വിഭജതേ തദനുപ്രവിഷ്ട തസ്മൈ നമോ ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയേ പരമേശ്വരായ. അതിനാൽ അസ്വതന്ത്രനായ ഞാൻ സ്വതന്ത്രനായ ആ ഭഗവാനെ നമസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അത് തീരുമാനിച്ചിട്ടില്ല. അത് ശരിക്കും സമ്മതിച്ചാൽ അത് ബുദ്ധിമുട്ടാവില്ലേ? അത്രയായിട്ട് അങ്ങോട്ട് തോന്നണ്ടേ. ഒരു അത്യായിട്ടുള്ള ഒരു സ്നേഹമാണ് ബാക്കിയുള്ളവരെക്കാൾ ആ മക്കളില്. ഇവർക്ക് നന്നായി വരണം എന്നുള്ളതിൽ അങ്ങോട്ട് സഹിക്കണില്ല. ആ പാണ്ഡവന്മാര് ഇവര് സ്വന്തം മക്കളെക്കാളും മിടുക്കന്മാരാണെന്ന് നല്ലോണം അറിയാം. അപ്പൊ ഇനി അവര് ഇരുത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരെക്കാളും കേമന്മാരാവും എന്നുള്ളത് മനസ്സിലായിട്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അല്ലെ? ദുഷ്ടബുദ്ധി. ഭഗവാന്റെ ഇച്ഛ അതായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എന്നിട്ട് പറയണത് ഭഗവാനെ നമസ്കരിക്കണേ. ഇന്ന വിധം ഇരിക്കുന്നു എന്ന് ഊഹിക്കാൻ കൂടി കഴിയാത്ത തന്റെ മായാശക്തി കൊണ്ട് യാതൊരു ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുകയും പിന്നെ അന്തര്യാമി രൂപേണ പ്രവേശിക്കുകയും സത്വാദി ഗുണങ്ങളെയും തന്നിമിത്തമുണ്ടാകുന്ന കർമ്മങ്ങളെയും അവയിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളെയും നിശ്ചയിക്കുകയും ചെയ്യുന്നുവോ? സ്വതന്ത്രനായ ആ ഭഗവാന്റെ ലീലാവിശേഷത്തെ ആർക്കും അറിയാൻ കഴിയില്ല. ക്രീഡയായിട്ട് ഈ സംസാര ചക്രത്തെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന സ്വതന്ത്രനായ ആ പരമേശ്വരനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി. അക്രൂരന് മനസ്സിലായി അദ്ദേഹം തന്റെ സ്വഭാവം മാറ്റാൻ തയ്യാറല്ല. അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെ? ശ്രീ ശുക ഉവാച അഭിപ്രേത്യ നൃപതേ അഭിപ്രായം സയാദവ സുഹൃദ്ഭിഃ സമനുജ്ഞാത പുനർയദുപുരീമഗാൽ. ശിശുബ്രഹ്മർഷി പറയുന്നു, ഇപ്രകാരമുള്ള ആ സംഭാഷണം കൊണ്ട് അക്രൂരൻ ധൃതരാഷ്ട്രയുടെ വിഷമ സ്വഭാവം, ഇങ്ങനെയുള്ള ആ ഭേദ സ്വഭാവം നശിക്കില്ല
എന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കിയിട്ട് ബന്ധുക്കളായ പാണ്ഡവന്മാരോട് യാത്ര പറഞ്ഞ് സമ്മതം വാങ്ങി ഉടനെ മധുരാപുരിക്ക് പോവുകയും ചെയ്തു. ശശംസ രാമകൃഷ്ണാഭ്യാം ധൃതരാഷ്ട്ര വിജേഷ്ടിതം പാണ്ഡവാൻ പ്രതി കൗരവ്യ യദർത്ഥം പ്രേഷിത സ്വയം. കൗരവ്യ എന്നുള്ള ആ ഒരു സംബോധന ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനെ വിളിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? അങ്ങയുടെ കുലത്തിലും ഇതുപോലെയുള്ള ദുർജനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം. പിന്നെ ക്രൂരൻ മധുരയിൽ നിന്ന് രാമകൃഷ്ണന്മാരോട് ധൃതരാഷ്ട്ര പാണ്ഡവന്മാരുടെ നേരെ പ്രവർത്തിച്ചതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള സംഗതികളെല്ലാം പറഞ്ഞു. അങ്ങനെയാണ്. വളരെ ബുദ്ധിമുട്ടുണ്ട് ആ കുന്തിദേവി മക്കളും. എന്നോട് കുറെ പറഞ്ഞു, കരഞ്ഞു എന്നൊക്കെ ക്രൂരൻ എല്ലാ കാര്യങ്ങളും ഭഗവാനോട് പറഞ്ഞു. അതിനു വേണ്ടിയിട്ടാണല്ലോ ക്രൂരനെ ശ്രീകൃഷ്ണൻ ഭഗവാൻ ഹസ്തിനാപുരിക്ക് അയച്ചത്. അതൊക്കെ വേണ്ട പോലെ നടത്തി ക്രൂരൻ മധുരയിൽ തിരിച്ചെത്തി. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പൂർവാർത്ഥേ ഏകോനപഞ്ചാശത്തമോധ്യായ സമാപദം. ദശമം പൂർവാർത്ഥം സമാപദം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 49ാമത്തെ അധ്യായം ഈ ദശമം പൂർവാർത്ഥം തന്നെ മുഴുവനും ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.